ലൈംഗിക പീഡന വിവാദത്തിൽ അറസ്റ്റിലായ JDS MP പ്രജ്വൽ രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ഇന്ന് പുലർച്ചെയാണ് ജർമ്മനിയിൽ നിന്നെത്തിയ JDS നേതാവിനെ കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിലൂടെ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ ഉൾപ്പെടെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അല്പസമയത്തിനകം പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. നിരവധി സ്ത്രീകളെ പീഡിപ്പിക്കുകയും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇരകളെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ കേസ്. അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടതോടെ ഏപ്രിൽ 27-ന് നാടുവിട്ട പ്രജ്വൽ ഇന്ന് പുലർച്ചെയാണ് ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിൽ മടങ്ങിയെത്തിയത്. എയർപോർട്ടിൽ വച്ച് തന്നെ അറസ്റ്റിലായ പ്രജ്വലിനെ ബംഗളൂരുവിലെ SIT ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. അതേസമയം പ്രജ്വൽ രേവണ്ണ വിദേശത്തെ 34 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്തത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെന്നാണ് വിവരം. ലുഫ്താൻസ വിമാനം മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലർച്ചെ 12:48-ന് ബംഗളൂരു വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ ലാൻഡ് ചെയ്തപ്പോൾ കസ്റ്റഡിയിലെടുത്തത് വനിതാ ഉദ്യോഗസ്ഥരാണ്. IPSകാരായ സുമൻ ഡി പെനേക്കറും സീമ ലഡ്കറുമാണ് നേതൃത്വം നൽകിയത്. ജീപ്പിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയതും ചോദ്യം ചെയ്യുന്നതും വനിതാ ഉദ്യോഗസ്ഥരാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രജ്വലിന്റെ കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ ആയിരുന്നുവെന്നും സ്ത്രീകളുടെ അധികാരം അറിയിക്കുകയാണ് നടപടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നും കർണാടക ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകളുടെ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ പ്രജ്വൽ നശിപ്പിച്ചെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണുകൾ കണ്ടെത്താനായിട്ടില്ല. പ്രജ്വലിൽ നിന്ന് പിടിച്ചെടുത്ത 2 ഫോണുകളും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചവയല്ല. ഫോണുകൾ നശിപ്പിച്ചെന്ന് തെളിഞ്ഞാൽ കേസെടുക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ വിമാനത്തിൽ നിന്ന് നേരിട്ട് പിടികൂടി VIP ഗേറ്റിലൂടെ പ്രജ്വലിനെ പുറത്തെത്തിക്കുകയായിരുന്നു. സ്വയം ചിത്രീകരിച്ച 3000-ഓളം ലൈംഗിക ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ഏപ്രിൽ 26-ന് രാത്രിയാണ് പ്രജ്വൽ രാജ്യം വിട്ടത്. 60 വയസ്സ് പിന്നിട്ട വീട്ടുജോലിക്കാർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളും ഉൾപ്പെടെ 200-ഓളം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന 2976 ലൈംഗിക വീഡിയോ ക്ലിപ്പുകളാണ് പ്രജ്വലിൻ്റെതായി ഇതുവരെ പുറത്തുവന്നത്. കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചാൽ പ്രജ്വലിന്റെ ലൈംഗിക ശേഷി പരിശോധനയും അന്വേഷണ സംഘം നടത്തും. കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വലിന്റെ അമ്മയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. പ്രജ്വലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചവരിലേക്കും അന്വേഷണം നീങ്ങും. അതേസമയം പ്രജ്വൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതി ഇന്ന് പരിഗണിച്ചേക്കും. മാധ്യമ വിചാരണ നടത്തരുതെന്നും പ്രജ്വൽ അഭ്യർത്ഥിച്ചതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അതിനിടെ മറ്റൊരു കേസിലെ പ്രതിയും പ്രജ്വലിന്റെ പിതാവുമായ HD രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം നൽകിയ അപ്പീലിൽ കർണാടക ഹൈക്കോടതി HD രേവണ്ണയ്ക്ക് നോട്ടീസ് അയച്ചു. പ്രജ്വൽ പീഡിപ്പിച്ച ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇയാൾക്കെതിരായ കേസ്.